നമ്മളെ ദൃശ്യത്തിന്റെ ഫസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ പോവാണ്. ജിത്തു സാറാണ് ഡയറക്ടർ, ലാലേട്ടനാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാം, ബേസ് അറിയാം. അതിന്റെ കഥ ഫുൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അത് പെർഫോമൻസ്, നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് തോന്നിയത്? എനിക്ക് ഒരു ബേസ് ഒരു സ്റ്റോറി ആണ് ജിത്തു സാർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാനിത് കിട്ടിയിട്ട് ഇങ്ങനെ ഇതിൽ നോക്കുക, കട്ടിയുള്ളൊരു ഒരു പുസ്തക രൂപത്തിൽ സ്പൈറൽ ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ആകെ ഈ ലൊക്കേഷനിൽ 4 ആർട്ടിസ്റ്റിന് മാത്രമേ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുള്ളൂ വായിക്കാൻ. അതിലൊരാളാണ് അൻസീബ. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാരക്ടർ എന്ന്. എന്നിട്ട് പറഞ്ഞത് ഫുൾ വായിച്ച് നല്ലോണം പഠിച്ചിട്ട് അഭിനയിച്ചാൽ മതി എന്ന്. അങ്ങനെ അത് പോയിട്ട് റൂമിൽ ചെന്നിട്ട് സ്ക്രിപ്റ്റ് മുഴുവൻ ഒറ്റിരിപ്പിന് വായിച്ചു. ക്യാരക്ടർ എന്താണെന്നുള്ളത് ജിത്തു അതാ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞു തന്നു, സിനിമയുടെ ആ ഒരു കഥാതന്ത്വം എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. ബാക്കി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു ഹൻസിബയുടെ? അപ്പൊ ജിത്തു സാറിന്റെ പോർഷൻ ചെയ്തു. ഇനി ഹൻസിബയുടെ കോൺട്രിബ്യൂഷൻ അത് വായിക്കുമ്പോൾ ഞാൻ ഇന്ന മാനറിസംസ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഗസ്റ്റേഴ്സ് ഇങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു? അത് അങ്ങനെ ഭയങ്കര പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് ടെൻഷൻ ഉള്ളിലുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഫിലിം സ്കൂൾ പോലെ ആയിരുന്നു എല്ലാം. വലിയ ആർട്ടിസ്റ്റുകൾ, അപ്പോൾ ഇവരൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ഈവൻ എസ്തർ പോലെ എന്നെക്കാളും ഒരുപാട് പടങ്ങൾ ചെയ്ത ആളാണ്. എക്സ്പീരിയൻസ് കൊണ്ട് എസ്തർ എന്നെക്കാളും സീനിയർ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു റിഹേഴ്സല് സിംഗിൾ ടേക്ക്, എല്ലാം സിംഗിൾ ടേക്കാ. ഒരു സീൻ പോലും റീടേക്ക് എടുത്തിട്ടില്ല പടത്തിന്.